ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ആരുമൊക്കെ പോയതിനു ശേഷം പിന്നാലെ വീട്ടിൽ നിന്നും പോയതായിരുന്നു ആയുഷ്. ഒത്തിരി രാത്രിയായിട്ടും തിരിച്ചു വീട്ടിൽ വന്നിരുന്നില്ല. തൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി വന്ന കാർത്തികയെ അംഗീകരിക്കാൻ ആമയ്ക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തരം കിട്ടുമ്പോഴൊക്കെ കാർത്തുവിന് ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കലാണ് ആമയുടെ ജോലി. അമ്മയുള്ളതായെന്ന് കാർത്തുവിന് ആശ്വാസം. അവരുടെ മുന്നിൽ വെച്ച് ഒന്നും പറഞ്ഞ് ആമി കാർത്തുവിനെ വേദനിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ പിറകെ തന്നെയാണ് ഏത് നിമിഷവും കാർത്തു. കാർത്തു, നീ പോയി കിടന്നോ? തൻ്റെ കൂടെ ആയുഷിനെ കാത്തിരിക്കുന്നവളെ നോക്കി അമ്മ പറഞ്ഞു. അത് പിന്നെ അമ്മ ഒറ്റയ്ക്ക്. ഉറക്കം വന്നിട്ട് കാർത്തുവിന് പോയി ഒന്ന് കിടന്നാൽ മതിയെന്നാണ്. കൂടെ കുറെ കരഞ്ഞത് കൊണ്ട് തന്നെ കണ്ണും തലയൊക്കെ പുകയുന്നുണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും താനിപ്പോ പോയി കിടന്ന അമ്മ എന്ത് വിചാരിക്കുന്ന ഓർത്താണ് കാർത്തു അവിടെ ഇരിക്കുന്നത്. ഞാനും പോയി കിടക്കാണ്. അവൻ വരുമ്പോൾ വിളിച്ചോളും. അപ്പൊ ഡോർ തുറന്ന് കൊടുത്താൽ മതി. മോള് പോയി കിടന്നോ? അമ്മ നിർബന്ധിച്ചതും കാത്തു റൂമിലേക്ക് കയറിപ്പോയിരുന്നു. റൂമിലെത്തിയ കാർത്തു എവിടെ കിടക്കണം എന്നറിയാതെ ശങ്കിച്ചു നിന്നതും അമ്മ പറഞ്ഞു കൊടുത്തതും അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. താൻ പറഞ്ഞിട്ടല്ല ആയുഷ് തന്നെ കെട്ടിക്കൊണ്ടുവന്നത്. അവന്റെ പോലെ തന്നെ താനും അറിയാതെ ചതിയിൽപ്പെട്ടു പോയതാണ്. പിന്നെ താൻ മാത്രം ഇതിനെല്ലാം കേട്ടും വേദനിച്ച് സഹിച്ചു നിൽക്കണം എന്ന ചിന്ത കാർത്തുവിൽ വന്നതും അവൾ ബെഡിലേക്ക് കയറി അരികു പറ്റി കിടന്നു. എങ്കിലും ആയുഷ് വന്നാൽ താനിവിടെ കിടക്കുന്നതിന് ദേഷ്യപ്പെടുമോ എന്ന ഭയം ഉള്ളിലുണ്ടെങ്കിലും ക്ഷീണം കാരണം കിടന്നപാട് അവൾ ഉറങ്ങിപ്പോയിരുന്നു. 1 മണി കഴിഞ്ഞിരുന്നു ആയുഷ് വീട്ടിലേക്ക് വരുമ്പോൾ. ആയുഷ്, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? അകത്തേക്ക് കയറി ആയുഷിനോടായി ഗൗരവത്തിൽ അമ്മ ചോദിച്ചു. അത് ഒരു കേസിന്റെ ആവശ്യത്തിന് പോയതാ, അതാ വൈകിയത്. അമ്മയുടെ മുഖത്ത് നോക്കാതെ ആയുഷ് പറഞ്ഞു. എന്തായാലും ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഇപ്പൊ നീ തനിച്ചല്ല, നീ കൂടെ കൂട്ടിയൊരു പെണ്ണുണ്ട് നിന്റെ കൂടെ ജീവിക്കാൻ. അമ്മ പറഞ്ഞതും അത് കേട്ട് ആയുഷിന്റെ മുഖം മാറി. സ്ത്രീകളെ കൈവെക്കുന്നതിന് തുല്യ അവരെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുന്നതും. നിന്നിൽ നിന്നും അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. നീയും നിന്റെ അനിയത്തിയും ആ പെൺകുട്ടിയോട് ചെയ്യുന്നതും പറയുന്നതും എനിക്കറിയാം. അതിനി ആവർത്തിക്കരുത്. ഞാനും നിന്റെ പെങ്ങളൊന്നും ജീവിതകാലം മുഴുവൻ ഉണ്ടാകില്ല നിന്റെ കൂടെ. ഇപ്പൊ നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണെ കാണും. ആ ബോധം എപ്പോഴും നിനക്ക് വേണം. അമ്മ പറഞ്ഞത് കേട്ടിട്ടും ആയുഷൊന്നും തന്നെ മിണ്ടിയില്ല. ഇപ്പൊ അമ്മയെ എതിർത്ത് സംസാരിക്കാൻ അവനാകില്ല. അത് തന്നെയാണ് ആ മൗനത്തിന്റെ കാരണം. പോയി കിടന്നോ? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആയുഷിനെ കണ്ട് അതിൽ കൂടുതലൊന്നും പറയാനാകാതെ അത്രമാത്രം പറഞ്ഞ് അവർ റൂമിലേക്ക് പോയതും ആയുഷ് മുകളിലേക്ക് പോയി. ആയുഷ് റൂമിലെത്തുമ്പോൾ കണ്ടിരുന്നു തന്റെ ബെഡിന്റെ ഓരത്ത് ചുരുണ്ടു മടങ്ങി കിടന്നുറങ്ങുന്ന പോലെ. ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും അവൻ പ്രതികരിക്കാനൊന്നും പോയില്ല. കുറച്ചു മുമ്പ് വരെ അവൾ കൂടെ തന്നെ ചതിച്ചതായിരുന്നെന്നായിരുന്നു ആയുഷിന്റെ വിചാരം. പക്ഷേ ഇത്തിരി മുമ്പാണ് അവൻ സത്യങ്ങൾ അറിയുന്നത്. വിചാരിച്ച പോലെ തന്നെ അവളുടെ രണ്ടാനുജനും കൂട്ടുകാരും ചെയ്ത പണിയായിരുന്നു. ഒന്ന് കുടഞ്ഞപ്പോൾ അവരതിന് പിന്നിലുള്ള ഉദ്ദേശം ആയുഷിനോട് വെളിപ്പെടുത്തിയിരുന്നു. അവളെ തന്റെ കൂടെ ലോഡ്ജിൽ നിന്ന് പിടിച്ചാൽ ആൾക്കാർക്ക് മുമ്പിൽ അവൾ മോശക്കാരിയാകും. അങ്ങനെ പേരുദോഷം കാരണം അവൾക്ക് നല്ല ബന്ധമൊന്നും കിട്ടില്ല. അതുവഴി അവളെ അവർ വിചാരിച്ച ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക എന്നായിരുന്നു. പക്ഷേ മയക്കി കിടത്തി അവളെ റൂമിൽ കിടത്താൻ വന്നവർ റൂം നമ്പർ മാറി തന്റെ റൂമിൽ കിടത്തുകയായിരുന്നു. ഒരു കേസ് ജയിച്ച സന്തോഷത്തിൽ അന്ന് അത്യാവശ്യം പൂസായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ പോകാതെ അന്ന് ഹോട്ടലിൽ റൂം എടുത്തു നിന്നത്. കുടിച്ച് ഫിറ്റായതുകൊണ്ട് അവളെ തന്റെ പക്കൽ കൊണ്ട് കിടത്തിയതൊന്നും താൻ അറിഞ്ഞിരുന്നില്ല. പ്രശ്നമായപ്പോൾ അമ്മ കണ്ടെത്തിയ മാർഗമായിരുന്നു അവളെ തന്റെ ഭാര്യയാക്കി കൊണ്ടുവരുന്നത്. എല്ലാം ഒന്നോർത്ത് നെടുവീർപ്പിട്ട് ആയുഷ് ബാത്റൂമിൽ കയറി ഫ്രഷായി വന്ന് ബെഡിന്റെ മറുതലക്കിൽ വന്ന് കിടക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് ആരുവിന്റെ മുഖമായിരുന്നു. ആരു രാത്രി അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് തിരിഞ്ഞു കിടന്നുറങ്ങുന്ന മഹിയാണ്. ആയുഷിന്റെ വീട്ടിലേക്ക് ആര് പോയത് മഹിക്ക് ഇഷ്ടമായില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരുവിനോട് മഹി ഒന്നും മിണ്ടിയിരുന്നില്ല. ആര് ഫ്രഷായി വന്ന് മഹിക്കരികിൽ കിടന്ന് അവനെ കെട്ടിപ്പിടിച്ചു. മഹിയേട്ടാ. മഹിയുടെ പുറത്ത് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ആര് വിളിച്ചുവെങ്കിലും മഹിയിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. മഹി ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. മഹിയേട്ടാ. ആരൊന്നുകൂടെ മഹിയെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്ന് കിടന്നു. ഞാൻ അവിടെ പോയതേ ആ പോലീസിനെ കാണാനല്ല, എന്റെ കാർത്തുവിനെ കാണാനാ. മഹിയേട്ടന് തന്നെ സംശയമാണോ? ശബ്ദത്തിൽ പരമാവധി സങ്കടം കലർത്തിക്കൊണ്ട് ആര് പറഞ്ഞതും മഹിയുടെ ഭാവം മാറി. അങ്ങനെ ഞാൻ പറഞ്ഞു ആരുഷി, നിന്നെ ഞാൻ ഒരിക്കലും സംശയിക്കില്ല. പക്ഷേ നീ എന്തോ അവന്റെ മുന്നിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിന് കാരണം അവന്റെ സ്വഭാവം തന്നെയാണ്. നിന്നെ കാണുമ്പോഴുള്ള അവന്റെ നോട്ടം കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മാഹി പറഞ്ഞത് കാര്യം തന്നെയാണ്. പലപ്പോഴും തന്നെ ഇമജിമാതെ നോക്കുന്ന ആയുഷിനെ താനും ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തോ നീ അവന്റെ വീട്ടിലേക്ക് പറയാതെ കൂടെ പോയതും എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. അതാ മിണ്ടാൻ നടന്നത്. അല്ലാതെ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. മാഹി പറഞ്ഞത് കേട്ട് ആരുവിന് ഇറുകപ്പെടുന്നു. ഞാൻ വെറുതെ പറഞ്ഞത് എന്റെ മാഹിയേട്ടാ. അത് പറഞ്ഞ ആരും മഹിയെ മലത്തിൽ കിടത്തി അവനെ ദേഹത്തേക്ക് കയറി കിടന്ന് മഹിയുടെ കവിളിൽ അമർത്തി ചുംബിച്ചു.
വീണ്ടും അവളുടെ അതരങ്ങൾ മഹിയുടെ മുഖത്തെല്ലാം ചുംബനം നിറച്ചു. മഹിയുടെ തൊണ്ടക്കുഴിയിലായി ആരും അമർത്തി മുത്തിയതും അവളുടെ പ്രവൃത്തിയിൽ മഹിയൊന്ന് വിറച്ചു പോയിരുന്നു. ഒപ്പം ശ്വാസഗതി ഉയർന്നു. ആരുവിനോട് അങ്ങോട്ട് എത്ര കുസൃതിയും കുറുമ്പും കാണിക്കുമെങ്കിലും ആരും ഇതുപോലൊന്ന് അടുത്തു വന്നാൽ മഹി ഒന്ന് വിറച്ചു പോകും. ആരുവിന്റെ അതരങ്ങൾ അരിച്ച് മഹിയുടെ നെഞ്ചിലേക്ക് എത്തിയതും മഹി അവളെ ബെഡിലേക്ക് ഇട്ട് പുണർന്ന് കിടന്നതും അവന്റെ പിറയിലും വെപ്രാവും കണ്ട് ആര് പൊട്ടിച്ചിരിച്ച് അവനെ തിരികെ പുണർന്ന് മഹിയുടെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി കിടന്നു. മഹി ഉറങ്ങിയെങ്കിലും ആരുവിന് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. സമയം കുറച്ചായെന്ന് കണ്ടതും ആരു പതിയെ ഉറങ്ങുന്ന മഹിയെ തന്നെ നടത്തി മാറ്റി ശബ്ദമുണ്ടാക്കാതെ ബെഡിൽ നിന്ന് എണീറ്റ് ബാൽക്കണിയിലേക്ക് പോയിരുന്നു. സീതയുടെ ജാരൻ വരുന്ന സമയമായെന്ന് കണ്ടതും ആരുവിന്റെ കണ്ണുകൾ ആകാംക്ഷയോടെ പുറത്തേക്ക് നീണ്ടു. കുറച്ചു കഴിഞ്ഞതും ഗേറ്റിനരികിൽ നിന്നും ആരൊരു കാറ് വന്ന് നിൽക്കുന്നത് അറിഞ്ഞതും ആരുവിന്റെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. പതിയെ ഗേറ്റ് തുറന്നൊരു രൂപം ഉള്ളിലേക്ക് വരുന്നതും ചായ്പിന്റെ ഭാഗത്തേക്ക് നടക്കുന്നതും മുറുകിയ മുഖത്തോടെയാണ് നോക്കിക്കണ്ടതവൾ. കുറച്ചു സമയം കൂടെ അവിടെ നിന്നാണ് ആര് താഴേക്ക് പോയത്. ചായ്പിന്റെ ഉള്ളിൽ നിന്നും കേൾക്കുന്ന ശബ്ദത്തിൽ ആരുവിന് തന്റെ ചെവിയെല്ലാം മൂടിക്കെട്ടി വെക്കാൻ തോന്നി. എങ്കിലും എല്ലാം സഹിച്ച് ശബ്ദമുണ്ടാക്കാതെ ആരും മുന്നോട്ട് നടന്ന് ചായ്പിൻ ഡോറ് പുറത്തുനിന്ന് ലോക്കാക്കി വിജയച്ചിരിയോട് വീടിന്റെ ഉള്ളിലേക്ക് പോയി എല്ലാവരും വിളിച്ചു വന്നു. എന്താ എന്താ മോളെ കാര്യം? ചായ്പിലേക്ക് നടക്കുന്നിടയിൽ സൂര്യ ആരുവിനോട് ചോദിച്ചു. മഹിയും അവളെ സംശയത്തിൽ നോക്കുന്നുണ്ട്. കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ ഇന്ദുവിൽ നിന്നും എന്ത് സംഭവിക്കുന്ന പരിഭ്രമമുണ്ട്. അതച്ചാ, ഈ ചായ്പിൽ ആരോ ഉണ്ട്. ആരാ മോളെ ഈ നേരത്തെ ഇതിൻ്റെ ഉള്ളില്? അറിയില്ലച്ചാ, ആരോ കയറിപ്പോകുന്നത് കണ്ടു. സീതയാണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് മറച്ചു വെച്ച് അറിയാത്ത പോലെ ആര് പറഞ്ഞു. ആര് പറഞ്ഞത് കേട്ട് എല്ലാവരും സംശയത്തോടെ ചായ്പിൻ്റെ അടുത്തേക്ക് നടന്നു. എല്ലാവരും വരുന്ന ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു. അതിനുള്ള ഫുള്ള് നിശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടെന്ന് വിശ്വസിക്കാൻ ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. നീ എന്ത് പണി ആരും കാണിച്ചത്? ഡോറുള്ളിൽ നിന്ന് ലോക്കാണെന്ന് കണ്ടതും തട്ടി വിളിക്കുന്ന മഹിയെയും സൂര്യയെയും കണ്ട് എന്തു പതിയെ ആരുവിനോട് ചോദിച്ചു. ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലമ്മേ. അവരെ നെഞ്ചിലേറ്റി നടക്കുന്ന അച്ഛനും മഹിയേട്ടനും അറിയട്ടെ അവരുടെ തനി സ്വഭാവം. ആരുവും മറുപടി പറഞ്ഞു. കുറച്ചു നേരം വാതിൽ തട്ടിയപ്പോഴേക്കും കതക് തുറന്നു. പിന്നിൽ കീറിയ വസ്ത്രവും പാറിപ്പറന്ന മുടിയുമായി ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കരഞ്ഞുകൊണ്ട് സീത ഓടി വന്ന് സൂര്യയെ പുണർന്നതും ഇന്ദുവും ആരുവും സീതയുടെ ഭാവമാറ്റത്തിൽ പകച്ചു നിന്നു. ചേച്ചി ചേച്ചി എന്തു പറ്റി? സൂര്യ സീതയുടെ കോലം കണ്ട ആദിയോട് അവരെ ചേർത്ത് പിടിച്ച് സൂര്യ ചോദിച്ചു. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചടാ. വിങ്ങിപ്പൊട്ടി കണ്ണുനീരൊഴുക്കി സീത പറഞ്ഞത് കേട്ട് മഹി ചായ്പിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. എന്നാൽ ഇന്ദുവും ആരുവും സീതയുടെ അഭിനയത്തിൽ ഞെട്ടി നിൽക്കുകയാണ്. ഇന്ദുവിനെല്ലാം കണ്ട് ഭയമാണ് തോന്നിയതെങ്കിലും ആരുവിൽ ദേഷ്യമായിരുന്നു. ഷെരീഫിനെ മഹി ഇപ്പോൾ ഇതിനുള്ളിൽ നിന്നും കാണും. അങ്ങനെ വന്നാൽ സത്യക്ക് പുറത്താകുന്ന വിശ്വാസം ആരുവിലുണ്ടായിരുന്നു. ഗടാ! മഹി ചായ്പിലേക്ക് കയറിയതും പുറത്തേക്ക് ഇറങ്ങുമെന്ന് ഷെരീഫിനെ കണ്ട് ദേഷ്യത്തിൽ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ട് ദേഷ്യത്തിൽ 4 തല്ല് കൊടുത്തതും അയാൾ കിട്ടിയടിയുടെ ഹാങ് ഓവറിൽ പിടിച്ചു നിൽക്കാനാകാതെ നിലത്തേക്ക് വീണു. ഷെരീഫിനെ കണ്ടതും അതുവരെയുള്ള സൂര്യയുടെ ഭാവം മാറി. സീതയെ തന്നിൽ നിന്ന് നടത്തി മാറ്റി ഷെരീഫിന്റെ അടുത്തേക്ക് പാഞ്ഞ് അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പൊക്കി ഒന്നങ്ങ് കൊടുത്തു. നായേ, നീ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയല്ലടാ. അതിന് നിന്നെ ഞാൻ സമ്മതിക്കില്ലടാ. ഇത്രയും നാളും തന്നെ തകർക്കാൻ നടന്നവൻ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് സഹിക്കാനാകാതെ സൂര്യ അതും പറഞ്ഞ് വീണ്ടും ഷെരീഫിനെ അടിച്ചു. ഷെരീഫിനെ മാറി മാറി അടിക്കുന്ന മഹിയെയും സൂര്യയും കണ്ട് സീതയുടെ കണ്ണിൽ അവളോടുള്ള പകയാളി. ഇറങ്ങിപ്പോടാ ചേറ്റേ! സൂര്യ അടികൊണ്ട് അവശയായ ഷെരീഫിനെ നിലത്തേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞതും അയാൾ മഹിയെയും സൂര്യയെയും പകപ്പോടൊന്ന് നോക്കി പതി അവിടുന്ന് വേച്ച് നടന്നു പോകുന്ന പോക്കിൽ തിരിഞ്ഞ് സീതയൊന്ന് നോക്കി ചുണ്ടിൽ പൊടിഞ്ഞ് ചോര തുടച്ച് പകിയോട് അവിടുന്ന് നടന്നു. കരയില്ല അപ്പച്ചി, അയാൾ പോയില്ലേ, ഇനി പേടിക്കണ്ട. മഹി വന്ന് സീതയെ പൊതിഞ്ഞു പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ സീതയുടെ അഭിനയമാണെന്ന് അറിയാവുന്ന ആരും സീതയെ ആശ്വസിപ്പിക്കുന്ന മഹിയെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും നോക്കി നിന്നു. സീതമ്മ മരുന്ന് കുടിച്ച് കിടന്നതല്ലായിരുന്നു, പിന്നെ എങ്ങനെയാ ഇവിടെ വന്നത്? ആരും മുഖത്ത് സങ്കടം വരുത്തിക്കൊണ്ട് ചോദിച്ചതും മഹിയും സൂര്യയും സംശയത്തിൽ സീതയെ നോക്കി. ദാഹം കാരണം വെള്ളം കുടിക്കാൻ എണീറ്റതാ. ജഗ്ഗിൽ വെള്ളമില്ലാത്തത് കൊണ്ട് വെള്ളം കുടിക്കാൻ അടുക്കളയിലേക്ക് വന്നതാ. അപ്പോഴാ വീടിന്റെ പിന്നീന്ന് ശബ്ദം കേൾക്കുന്നത്. ആരെന്നറിയാൻ ഇറങ്ങിയതാ. അയാളെ കണ്ട് ശബ്ദം ഉണ്ടാക്കാൻ നിന്നാ എന്നെ അയാൾ ബലമായി പിടിച്ച് അതിനുള്ളിലേക്ക് ഇടുകയായിരുന്നു. ഏങ്ങിക്കരഞ്ഞ് നന്നായി അഭിനയിച്ചുകൊണ്ട് സീത പറഞ്ഞതും അവര് പറഞ്ഞത് സൂര്യനും മഹിയും വിശ്വസിച്ചിരുന്നു. കള്ള ഇതല്ല, ഇവര് കള്ളം പറയാം. അയാൾ സീതമ്മ വിളിച്ചിട്ട് വന്നതാ. പഴയ ബന്ധം ഇവർ തമ്മിൽ ഇപ്പോഴും ഉണ്ട്. അയാൾ എന്നും ഇവരുടെ അടുത്തേക്ക് വരാറുണ്ട്. ഇവര് പറയുന്ന കള്ളം വിശ്വസിക്കരുത്. പഠിച്ച കള്ളിയാ ഇവര്. ഇതല്ല ഇവരുടെ അഭിനയം. ദേശ സഹിക്കവയ്യാതെ ആര് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. ആരുഷി! ആര് വിളിച്ചു പറഞ്ഞതൊക്കെ കേട്ട് മഹി ദേഷ്യത്തിൽ വിളിച്ചു. സൂര്യനും ആര് പറഞ്ഞതൊക്കെ കേട്ട് ഉള്ളിൽ പകപ്പായിരുന്നു. സത്യം മഹിയേട്ടാ ഞാൻ ഈ പറഞ്ഞത്. ഇവർ വിശ്വസിക്കല്ലേ, ഇവരെല്ലാവരെയും പറ്റിക്കാം. മഹിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആര് പറഞ്ഞു. ആര് പറഞ്ഞത് കേട്ട് മഹി നോക്കിയത് സീതയായിരുന്നു.
ആരെ വിശ്വസിക്കണം തള്ളണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു മാഹിക്ക്. എന്തൊക്കെ മോളെ ഈ പറയുന്നത്? മുൻപ് ഞാനും അയാളും തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നത് സത്യ. പക്ഷെ വീട്ടുകാരെതിർത്ത് എന്റെ വിവാഹം നരേട്ടനായി നടത്തിയതിനു ശേഷം എനിക്ക് അയാളുമായി ഈ നിമിഷം വരെ ഒരു ബന്ധമില്ലായിരുന്നു. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തിനാ മോളെ എന്നെ വേദനിപ്പിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ എന്റെ മോളെ നിന്നോട് ചെയ്തത്? ഞാൻ നിന്റെ ഒരു മോളെ പോലെയല്ലേ സ്നേഹിക്കുന്നത്? അത് പറഞ്ഞ് സീത മുഖം പൊത്തി കുറച്ചുറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങിയതും ആരിവിന്റെ മുഖം കൂടുതൽ ദേഷ്യം കൊണ്ട് ചുവന്നു. കരയില്ല അപ്പച്ചി, ആരിശിക്ക് തെറ്റിദ്ധാരണ വന്നതാ. ഞാൻ അവളെ തിരുത്തിക്കോളാം. അപ്പച്ചി വാ. ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു നിൽക്കുന്ന ആരിവിനൊന്ന് തറപ്പിച്ച് നോക്കി മാഹി അതും പറഞ്ഞ് സീതയും ചേർത്ത് പിടിച്ച് ഉള്ളിലേക്ക് നടന്നു. അച്ഛനും എന്നെ വിശ്വാസമല്ലേ? മാഹി സീതയും കൊണ്ട് പോയതും ആര് സൂര്യക്കരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. മോളെ എനിക്ക് വിശ്വാസാ, പക്ഷെ സീതയേച്ചി ഇങ്ങനൊന്നും ചെയ്യില്ല. മാഹിക്കുട്ടം പറഞ്ഞതുപോലെ മോൾ തെറ്റിദ്ധരിച്ചതാകും. ആ തെറ്റിദ്ധാരണ മാറി എല്ലാം ശരിയാകും. ഇനിയും മഞ്ഞു കൊള്ളേണ്ട, അകത്തേക്ക് വാ. ആരിവിന്റെ കവളിൽ തട്ടി അത്രമാത്രം പറഞ്ഞ് സൂര്യ ഉള്ളിലേക്ക് പോയതും ദേഷ്യവും സങ്കടവും കാരണം ആരിവിന്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നൊരു കൈ ആരിവിന്റെ തോളിലായി മുറുകിയതും നിറഞ്ഞ കണ്ണുകളൊപ്പി തിരിഞ്ഞു നോക്കി ആരു കാണുന്നത് സങ്കടത്തിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ഇന്ദുവിനെയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മോളെ ഒന്നും വേണ്ടെന്ന്. ഇപ്പൊ എന്തായി? മോള് പറഞ്ഞത് അവരാരും വിശ്വസിച്ചില്ല. എല്ലാവർക്കും വിശ്വാസം സീതേച്ചിയ. അതുകൊണ്ടാ ഞാൻ നേരത്തെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതെ നിന്നത്.